ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ചത്ത പച്ച. ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, സിദ്ദീഖ്, മമ്മൂട്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 5,88,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 14,05,00,000 രൂപയുമാണ്. ഇനി 3-ാം ദിവസമായ ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 2,18,00,000 രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് ഏകദേശം 2,30,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ കേരളത്തിൽ 8,10,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 3-ാം ദിവസം ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6-6.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 20-21 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. നിവിൻ പോളി നായകനെ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബേബി ഗേൾ. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, സംഗീത് പ്രതാപ്, ജാഫർ ഇടുക്കി, അഭിമന്യു തിലകൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 80,00,000 രൂപ മാത്രമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ 21,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തത് 1 കോടി റേഞ്ചിൽ മാത്രമാണ്. ഇനി 2-ാം ദിവസമായ ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിൽ 70,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1.5 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 2.5 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ആദർശ സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മാജിക് മഷ്റൂം. ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അക്ഷയ, അബിൻ ബിനോ, മീനാക്ഷി ദിനേശ്, സിദ്ധാർത്ഥ് ഭരതൻ, ജാഫർ ഇടുക്കി, ഹരിശ്രീ അശോകൻ, അൽതാഫ് സലീം, അജു വർഗീസ്, ജോണി ആന്റണി എന്നിങ്ങനെ വളരെ മികച്ചൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 14,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2-ാം ദിവസം ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 15 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ ഏകദേശം 29 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. അനുരാഗ് സിംഗ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സണ്ണി ഡിയോൾ, വരുൺ ധവാൻ, അഹാൻ ഷെട്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 10,30,000 രൂപയാണ്. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം 37,85,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം കളക്ട് ചെയ്തത് 7,45,00,000 രൂപയുമാണ്. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി ഈ സിനിമ 45,30,00,000 രൂപയാണ് നേടിയെടുത്തത്. അതേസമയം 2-ാം ദിവസമായ ശനിയാഴ്ച തീപ്പരി ബുക്കിംഗാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 40,000, 45,000, 50,000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം 37 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 43 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷൻ 50-55 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ 95-100 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം നിവിൻ പോളിയുടെ സർവ്വമായ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 5-ാമത്തെ ശനിയാഴ്ച കൂടിയായ 31 ദിവസമാണ് പിന്നിടുന്നത്. അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്ന് കേരളത്തിൽ ഏകദേശം 30 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 31 ദിവസം കൊണ്ട് കേരളത്തിൽ 76,25,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 147 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.